ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ചിലന്തിവല. നമുക്കിന്നൊരു പുതിയ വീഡിയോ നോക്കാം. ഇന്ന് നമ്മളൊരു സീരീസാണ് നോക്കുന്നത്. അതും ഒരു സർവൈവൽ സീരീസാണ്. ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി ജോണിലേക്കുള്ള മൂവീസിലേക്ക് കടക്കാം. അപ്പോൾ ഐ സ്പിറ്റ് ഓൺ ദ ഗ്രേവ് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. ഒരു അടിപൊളി മൂവിയാണ്. ഈ ഒരു മൂവി എന്ന് പറയുന്നത് ഒരു ഗേൾ, ഇതിന് കുറച്ച് പാർട്സ് ഉണ്ട്, 4 പാർട്സ് ഉണ്ട്. അതിലൊരു ആ ഗേൾ എപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും ഫിസിക്കലി. പിന്നെ അവൾ ബോൾഡായി, സ്ട്രോങ് ആയി ആൾക്കാരോടൊക്കെ എങ്ങനെ റിവഞ്ച് ചെയ്തു, തൻ്റെ പ്രതികാരം എങ്ങനെ പറഞ്ഞു, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്. എല്ലാ സീരീസിലും ആൾക്കാർ മാറുന്നുണ്ട്, പക്ഷേ തീം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവരോടൊക്കെ ഈ പെൺകുട്ടി ചെയ്യുന്ന കാര്യം കാണുമ്പോൾ, നമ്മൾ മൊത്തത്തിൽ മൂവി കാണുമ്പോൾ നമുക്ക് മൂവിയിലൊരു പാവം തോന്നും, അതിലെ ഹീറോയിൻ ഇങ്ങനെയൊക്കെ പറ്റുമ്പോൾ. അപ്പോൾ മൂവി കണ്ടുകൊണ്ടിരുന്ന് ഇനി എന്ത് സംഭവിക്കും, ആ പെൺകുട്ടി എന്ത് ചെയ്യും, അതിൻ്റെ എൻഡ്, പുള്ളിക്കാരി ചെയ്ത കാര്യം കുറഞ്ഞു പോയോ കൂടിപ്പോയോ, അത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു പടം ചർച്ച ചെയ്യുന്നത്. സാധാരണ സർവൈവൽ സീരീസ് മൂവീസ് കൂടുതലും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു സൈക്കോ കില്ലറോ ആരെങ്കിലുമൊക്കെയോ വെറുതെ ഒരു കാരണമില്ലാതെ ആരെങ്കിലും പിടിച്ച് കൊല്ലുക, ബ്രൂട്ടായിട്ട് ഉപദ്രവിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇത് തിരിച്ച് നമ്മൾ ഹീറോയിനായിട്ട് കാണേണ്ട ആൾ ആ ഒരു സൈഡ് പോസിറ്റീവാണ്, അങ്ങനെ ചെയ്യാം, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം എന്ന രീതിക്ക് കാര്യങ്ങൾ പോകുന്നതിലൂടെയാണ് ഈ ഒരു മൂവി ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൂ. പിന്നെ മൂവിയുടെ മേക്കിംഗ് നല്ലതാണ്. അപ്പോൾ നമുക്കിതിന് 4 പാട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ആക്ട്രസ് നെയിമും പിന്നെ മൂവിയുടെ ഹീറോ ഒക്കെ ഞാൻ ഇതിൽ ഈ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കിയാൽ മതി. പിന്നെ പറയാനുള്ളത്, 1978 ഐ സ്പിറ്റ് ഓൺ ദ ഗ്രേവിൻ്റെ ഫസ്റ്റ് പാട്ട് ഇറങ്ങുന്നത്. അന്ന് തിയേറ്ററിനൊക്കെ ഇളക്കി മറിച്ചിട്ടുള്ള സംഭവമാണ്. ബിക്കോസ് അങ്ങനത്തെ ഒരു തീം, ബിക്കോസ് മെനിൻ്റെ ആധിപത്യമൊക്കെ അന്ന് ഭയങ്കര ഹൈ ആണ്. വുമണിൻ്റെ അത്ര വലിയ ഫ്രീഡം ഒന്നുമില്ല. ഇന്ന് ഈ ഫെമിനിസമൊക്കെ സോഷ്യലിസമൊക്കെ ഇന്ന് ഇതിൽ ചർച്ച ചെയ്യുമെങ്കിലും സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും ചെയ്യുമെങ്കിലും, അപ്പോൾ 1978 തിയേറ്ററിൽ നല്ലൊരു ഓൾ ഉണ്ടാക്കി. നെഗറ്റീവായിട്ടുള്ള കുറേ ഇമ്പാക്റ്റ് ആണുങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു പടം എന്ന് പറയുന്നത് അന്നത്തെ ഒരു ഷൂട്ടിംഗ് കാര്യങ്ങളും വെച്ചിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു വൺ ലൈനറായിട്ട് പറയുകയാണെങ്കിൽ, അതിൽ ഹീറോയിൻ ഒരു കാര്യത്തിനായിട്ടൊരു സ്ഥലത്ത് വരുന്നു. ആ കാര്യം ചെയ്യാനായിട്ടിരിക്കുന്നതിനിടയിൽ അവിടുത്തെ കുറച്ച് പേഴ്സായിട്ടുള്ള ആൾക്കാർ, ഈ മോശം ഭക്ഷണന്മാർ, അവരൊക്കെ ഇവർ ഈ പെൺകുട്ടിയായിട്ട് ഒരു സംസാരത്തിൽ ഏർപ്പെടുന്നു. അത് പിന്നീട് ഇവരെ കൊണ്ട് എത്തിക്കുന്ന വേറെ സ്ഥലത്താണ്. ഇവർ റിവെഞ്ച് എടുക്കുന്നു, പെൺകുട്ടിയോട് ദേഷ്യത്തോടു കൂടി പെരുമാറുന്നു. ട്രീറ്റർ ലൈക്ക് ആൻ അനിമൽ, ഒരു അനിമലിനെ ഒരു മൃഗത്തോടൊന്നും പോലെ പെരുമാറുന്നു. അപ്പം ഏറ്റവും അവസാനം അവൾ അതിനുശേഷം അത് സർവൈവ് ആവുമോ, പിന്നീട് അവൾ എന്താണ് ഇവരോടൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. സെയിം 2010 ഐ സ്പിറ്റ് ഓൺ ദ ഗ്രേവിൻ്റെ ഫസ്റ്റ് വീണ്ടും ഇറങ്ങിയത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം കഥ തന്നെയാണ്, പക്ഷേ ക്യാരക്ടറും പിന്നെ അതുപോലെ സാഹചര്യങ്ങളും കുറച്ച് മാറുന്നുണ്ട്. അപ്പോൾ ആ മൂവിയും പറയാൻ ഇങ്ങനെയാണ്. ഒരു കാര്യത്തിനായിട്ട് വരുന്നൊരു പെൺകുട്ടി, പിന്നെ ഞാൻ ആദ്യത്തെ മൂവി പറഞ്ഞു കൊടുത്ത ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ. അതിനുശേഷം ഇതിന് 2 ആയിട്ട് പുറത്ത് വന്നിട്ടുള്ളത് 2013 മൂവിയാണ്. പക്ഷെ ഒരിക്കലും ഫസ്റ്റ് പാർട്ട്ലെസ് അല്ല, സെക്കൻഡ് പാർട്ടിൽ. അത് വേറൊരാൾ, ഒരു മോഡലിംഗ് ആയിട്ട് ജീവിതം മാറ്റി വെച്ച പെൺകുട്ടി, അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുട്ടി. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിട്ടുള്ള ചില മീറ്റിംഗ്സിനിടയിൽ ചില അബദ്ധങ്ങൾ പറ്റിപ്പോകുന്നു. അത് പുള്ളിക്കാരുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് അപ്സൈഡ് ഡൗൺ ആക്കുന്നു. അവിടെ നിന്ന് ആ പെൺകുട്ടി എങ്ങനെയാണ് പുറത്ത് കടന്നോ, എന്താണ് ആ പെൺകുട്ടി പകരം ചെയ്തത്, അതൊക്കെയാണ് ആ മൂവി ചർച്ച ചെയ്യുന്നത്. എഗെയിൻ 2013 വീണ്ടും ഇത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഐ സ്പിറ്റ് ഓൺ യുവർ ഗ്രേവ് 3 വെഞ്ചൻസ് ഇസ് മൈൻ എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ ഈ ഒരു മൂവി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിലുള്ള ആ ആക്ട്രസ് തന്നെ തേർഡിലും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരിക്ക് ഒരു കൂട്ടുണ്ട്. അപ്പം ആ കൂട്ടുകാരിയും ഈ പുള്ളിക്കാരിയാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അവരുമായിട്ട് ഇവോൾവ് ആയിട്ട് പോകുന്ന സ്റ്റോറിയിൽ പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് വരികയാണ്. ആ ബ്രേക്കിന് ശേഷം കഥ ഭയങ്കരമായിട്ട് മാറുകയാണ്. ഈവൻ ഇതിൻ്റെ എൻഡിൽ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ട് വരുന്ന രീതിക്കൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അതെന്താണെന്ന് പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ മൂവിൻ്റെ മുഴുവൻ സുഖവും പോകും. അപ്പോൾ ഈ ഹീറോയിന് ഇതൊരു വൺ ലൈനർ പറയും. ഹീറോയിന് ഈ ചെറിയ രീതിയിലുള്ള മൈൻഡിന് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കമ്മ്യൂണിറ്റിയിൽ ഹീറോയിൻ പോകുന്നു, മനസ്സൊക്കെ കാമാക്കാൻ വേണ്ടിയും എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയും. അവിടെ വെച്ച് ഒരു സുഹൃത്ത് ഉണ്ടാകുന്നു. പിന്നീട് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു. അറ്റ് ദ എൻഡ് ഹീറോയിൻ വീണ്ടും ട്രോമയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഹീറോയിൻ കൊണ്ട് എത്തുകയാണ്. അതെന്താണ് ആ കാര്യങ്ങൾ, ഏതാണ് കാര്യങ്ങൾ, അതൊക്കെ മൂവി നിങ്ങൾ തന്നെ കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്റ്റോറി ഇവോൾവ് പോകുന്നത്. പിന്നീട് അവിടെ നിന്ന് ഉണ്ടാകുന്ന ഇൻസിഡൻസിനെതിരെ ഹീറോയിൻ്റെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളതും പിന്നെ ക്ലൈമാക്സിൽ ഞാൻ പറഞ്ഞ ടെസ്റ്റും കൂടി ആകുമ്പോൾ പടം ഒരു ഡീസൻറ്റ് വാച്ചബിൾ മൂവി തന്നെയാണ്. അപ്പോൾ ഇനി ഇതിന് ശേഷം ഒരാവശ്യമില്ല, 2019 വീണ്ടും ഇത് പുറത്തിറക്കി ഐ സ്പിറ്റ് ഓൺ യുവർ ഗ്രേവ് ദേജാവു എന്ന് പറഞ്ഞ മൂവി. അത് 2019 ഇറങ്ങിയത്. കാണാതിരിക്കുന്നതാണ് അത്യുത്തമം. സ്റ്റോറി ഇത്രയേ ഉള്ളൂ. അതായത് 1970 ഇറങ്ങിയ മൂവിയിലെ ആ ലേഡി ഉണ്ടല്ലോ, അവർ ആ ഇൻസിഡൻറ്റേഷൻ ബുക്കൊക്കെ എഴുതി വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കി ഹാപ്പി ആയിട്ട് തൻ്റെ മകളൊത്ത് അത്തരം കാര്യങ്ങൾ പൈസ ഉണ്ടാക്കിയതും നമ്മൾ സ്ട്രഗിളിലൂടെ പോയിട്ടാണ് നല്ല കാര്യങ്ങൾ എത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ പഴയ മൂവിയിലെ വില്ലന്മാരുണ്ടല്ലോ 1978 അതിലെ വില്ലന്മാരുടെ ചില ജ്യേഷ്ഠന്മാർ, അനിയന്മാർ, അല്ലെങ്കിൽ അച്ഛന്മാർ, അമ്മമാർ, അങ്ങനെ അവർ ആരൊക്കെ കൂടി ഒത്തുചേരുകയാണ് ഗൈസ്. അവർ ഒത്തുചേർന്നിട്ട് അവർ ഈ മരിച്ചുപോയ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതികാരം ചെയ്യും. അവളെ കലറിൽ അടച്ചിട്ട് അവളുടെ കലറുടെ മുകളിൽ ഞങ്ങൾ പോയി തുപ്പും എന്ന് പറഞ്ഞിട്ട് മുറുക്കി തുപ്പി ഇറങ്ങുകയാണ്. അപ്പോൾ അതാണ് സംഭവം. അപ്പം ഈ ഒരു 2019 ഷൂട്ട് ചെയ്തെങ്കിലും ആ ഒരു മൂവി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഒരു പഴയ കളർ ടി വിയിൽ കാണുന്ന സിനിമ പോലത്തെ ഒരു ഫീലാണ് ചെയ്തിരിക്കുന്നത്. ഡയലോഗൊക്കെ അത്യാവശ്യം ഡ്രാമാറ്റിക് ആണ്. അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതിലൊരു സീനുണ്ട്, വളരെ രസകരമാണ്. അതായത് ഒരു ബ്രൂട്ടലായ സീനാണ് നടക്കാൻ പോകുന്നത്. ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന രീതി പറയാം. എന്തായാലും ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പടം കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഇത് കാണണ്ടെന്ന് ഞാൻ പറയുള്ളൂ, സീൻ പറയാം.
അപ്പോൾ ഈ പെൺകുട്ടീനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ്. അപ്പം ഇവരെല്ലാം കൂടി 3 പേര് ചുറ്റും കൂടി നിന്നുള്ള അറ്റാക്ക് ചെയ്യുകയാണ്. പുള്ളിക്കാരീനെ ഫിസിക്കലി യൂസ് ചെയ്യാന്നുള്ള ചില പർപ്പസുകളായിട്ട് തകർത്തിയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കൂട്ടത്തിലൊരാൾക്ക് ബോധോദയം വരുന്നു. അവൻ മറ്റവനെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അങ്ങോട്ട് ഉപദേശിച്ച് നന്നാക്കാനായിട്ട് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര വെറുപ്പിക്കൽ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന 2 ആൾക്കാർ തമ്മിൽ ഫൈറ്റ് ഉണ്ട്. ഞാൻ ചെയ്യോടാ, ഇല്ല നീ ചെയ്യരുതടാ, നീ ചെയ്യോടാ, ഞാൻ ചെയ്യാടാ, ഇങ്ങനെ തന്നെ ഒരു കുറച്ച് പോകുന്നുണ്ട്. ഒരു മെഗാ സീരിയൽ പോലെയൊക്കെയാണ് സംടൈംസ് ഷൂട്ടിങ്. അപ്പം 2-3 മിനിറ്റ് കൊണ്ടൊക്കെയാണ് സാധാരണ ഈ പറഞ്ഞ പരിപാടി ബാക്കിയുള്ള മൂവീസിലൊക്കെ ചിത്രീകരിച്ചത് തന്നെ. കാരണം ഒരു കാര്യം ഞാൻ പറയാം, ഇത് സ്ത്രീകൾക്ക് കാണാമോ കുട്ടികൾക്ക് കാണാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 18+ ആയിട്ടുള്ള ആൾക്കാർക്ക് കാണുന്ന മൂവിയാണ്. സെക്ഷൽ കണ്ടന്റ് ഉണ്ട്, ന്യൂഡിറ്റി ഉണ്ട്. പിന്നെ ഈ പറയുന്ന ഫിസിക്കലി ആ ഒരു അബ്യൂസൊക്കെ ചെയ്യുന്ന ആ ഒരു സമയത്തൊക്കെ മാക്സിമം അത്തരം സീൻസൊക്കെ ബ്ലറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു ഇൻ്റർകോഴ്സ് രീതിയിലൊന്നും കാണിച്ചിട്ടില്ല. പെൺകുട്ടിയോട് നാശമായിട്ട് ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ മെൻ്റൽ ടോർച്ചറിന് കൊടുക്കുന്ന കുറേ സീൻസൊക്കെ കുറച്ച് ഡിസ്കസിങ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ കണ്ടാൽ മതി. പിന്നെ സാറ്റിസ്ഫാക്ഷൻ ആണ്, അതിന് ശേഷമാണ് അത് നമുക്ക് മെൻ്റൽ ഡിസ്റ്റർബിങ് ആവുന്നതുകൊണ്ടാണ് ബാക്കി അവരെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ മൂവിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ട് തന്നെ മൂവി കാണാം. നല്ലൊരു മൂവിയാണ്. ഇനി ഞാൻ 4 പാർട്ടിനും കൂടിയിട്ട് റേറ്റിംഗ് പറയാം. 978 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ സെയിം മേക്കിംഗ് ആണ് 2002 എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പോയില്ല. ഡ്രാമയൊന്നും കാണാൻ വയ്യായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. പിന്നെ 2010 പുറത്തിറങ്ങിയ മൂവി ഞാൻ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയത് വെച്ചും പിന്നെ ആ ഒരു തീമിനുള്ള റെസ്പെക്റ്റും വെച്ചിട്ട് ഞാൻ എന്തായാലും ഒരു 8.5 9 എന്തായാലും കൊടുക്കും. 2 വേണമെങ്കിൽ എനിക്ക് ഈവൻ കൊടുക്കാൻ തോന്നുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ആ ഒരു കാലഘട്ടവും പിന്നെ അങ്ങനത്തെ ഒരു തീം ഇറക്കി സക്സസ്ഫുൾ ആക്കി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്കതങ്ങനെ തോന്നി. പിന്നെ 2013 മൂവിയാണെങ്കിൽ സെയിം പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മീൻസ് സെയിം കഥ, പക്ഷേ ആൾക്കാർ സാഹചര്യങ്ങളൊക്കെ മാറ്റം. മീൻസ് സെയിം കഥ എന്ന് പറഞ്ഞാൽ വേറെ കഥ വേറെ സംഭവങ്ങൾ, പക്ഷേ ആ ഒരു കോർ തീം ഇത് തന്നെയാണ്. അപ്പം ഈ ഒരു മൂവി അതേപോലെ തന്നെ അതിൻ്റെ ഒരു സസ്പെൻസ് എലമെൻ്റ് ഒന്നും സെക്കൻഡ് കാണുമ്പോൾ എനിക്ക് ഉണ്ടായില്ല. അതിൻ്റെ ഒരു നഷ്ടം ഉണ്ട്. അതുകൊണ്ട് അതിനൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 7.5 ഒക്കെ മാക്സിമം കൊടുക്കാനായിട്ട് തോന്നുന്നുള്ളൂ. മൂവി നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് തൃപ്തിയൊക്കെ കിട്ടും. മറ്റേതുപോലെയൊക്കെ തന്നെയാണ്. എന്നാലും ഫസ്റ്റ് 2010 എക്സൈറ്റ്മെൻറ്റ് 2030 ഇറങ്ങിയ മൂവിയിൽ എനിക്ക് കിട്ടിയില്ല. പിന്നെ 15 മൂവി, അത് ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരി വീണ്ടും വന്നിട്ട് വേറെ കഥയായിട്ട് പോകുമ്പോഴത്തേക്ക് അതൊട്ട് ഡൈജസ്റ്റ് ആകുന്നുണ്ട്. പിന്നെ മൂവി അത്ര ഒരു ഇൻറ്റൻസിറ്റി ഒന്നും ബ്രിങ് ചെയ്തതായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും ഒരു വൃത്തിയായിട്ട് തോന്നി, കുഴപ്പമില്ല, വാച്ച് ചെയ്യാൻ തോന്നി. ഐ മീൻ ഓക്കെ ആണെന്ന് പറയുന്നില്ല, എന്നാലും കുറച്ചും കൂടിയൊക്കെ നമുക്ക് ഒരു തേർഡ് പാർട്ടും അതും ഹീറോയിൻ ഫസ്റ്റ് വരും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആകാമായിരുന്നു. പക്ഷേ അതിന് പകരമായിട്ട് ക്ലൈമാക്സിൽ ഒരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് ഒരു മികച്ച മൂവി ഇനി പുറത്തിറങ്ങും എന്ന രീതിയിലുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആവട്ടെ. പിന്നെ ഗതികേടിന് 2019 പുറത്തിറങ്ങിയ മൂവി ഞാൻ കണ്ടു. എനിക്ക് ആ മഹാപാതകം എന്നോട് ചെയ്യേണ്ടി വന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി. അതിന് ഞാൻ റേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും -10 റേറ്റ് ചെയ്യുള്ളൂ. ഈ ഒരു 2019 അവരൊരിക്കലും പഴയ കൊട പിടിച്ചിറങ്ങണ്ടായിരുന്നു. അവർക്ക് അതിൻ്റെ റിവഞ്ച് ആണെന്നോ അല്ലെങ്കിൽ കൊച്ചുമകളുടെ കൊച്ചുമോ എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു. ബന്ധം കുഞ്ഞമ്മയുടെ മോനാണെന്നോ എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി ഈ കാലഘട്ടത്തിലേക്ക് വന്നതുകൊണ്ട് മൂവി ചിത്രീകരിച്ച് പോയതും ആ കാലഘട്ടത്തിൽ നിന്ന് മട്ടിൽ ആ ഒരു പഴയ ഡയലോഗും ഈ പഴയ ഡ്രാമ സെറ്റപ്പ് പോലെ ഇരുന്ന് കാണേണ്ടി വരുന്നത് ഭയങ്കര ബോറിനാണ്. അതിന് -10 ഇത്രയൊക്കെയാണ്. അപ്പം ഇനി അടുത്തൊരു മൂവിയായിട്ട് വീണ്ടും വരാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.